ഇഡിയെ ആക്രമിച്ച മാർക്സിസ്റ്റ് യുവാക്കൾ ജയിലിൽ നിന്നും ഇതുവരെയും ഇറങ്ങാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷ സമരത്തിൽ നിന്ന് പിന്മാറാൻ യുവാക്കൾ തീരുമാനിച്ചത്. പിണറായി വിജയനും കൂട്ടരും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഫലം പിണറായി വിജയൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് യുവജന സംഘടനകൾ പറയുന്നത്. പിണറായിയുടെ കൺകെട്ട് വിധിയിൽ ഇനിയും വീഴരുത് എന്നാണ് യുവജനങ്ങൾ പറയുന്നത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയത് പിണറായി സർക്കാരാണെന്നും അതിന്റെ പേരിൽ സതീശൻ സർക്കാരിനോട് ബഹളമുണ്ടാക്കിയിട്ട് കാര്യമില്ലെന്നുമാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ തീരുമാനം. ഇല്ലെങ്കിൽ ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ട്രപ്പീസ് കളിക്കുകയായി അല്ലായിരുന്നു എന്നും സമരം ചെയ്തവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത് ചോദ്യം ചെയ്ത പിണറായി പക്ഷേ PM ശ്രീക്കെതിരെ ഒരക്ഷരം പോലും പറഞ്ഞതുമില്ല. PM ശ്രീ കരാറിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് AYAF-ഉം AIASF-ഉം നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസ് പ്രയോഗിച്ച് ജലപീരങ്കിയെ ചൊല്ലി സഭയിൽ ഭരണ പ്രതിപക്ഷ പോരുണ്ടായിട്ടുണ്ട്. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ഉപയോഗിച്ചത് വിഷലിപ്തമായ മലിനജലമാണെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ കുപ്പിവെള്ളവുമായി എത്തിയിരുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരവും പകർത്താൻ സാധ്യതയുള്ള അത്യന്തം അപകടകരമായ മലിനജലമാണ് സമരക്കാർക്ക് നേരെ പ്രയോഗിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതിനിടയിൽ PM ശ്രീ ഒപ്പിട്ടത് ആരാണ് എന്ന ഭരണപക്ഷത്തിന്റെ ചോദ്യത്തിന് പിണറായി മറുപടിയൊന്നും പറഞ്ഞതുമില്ല. ജലപീരങ്കി പ്രയോഗം ഇതാദ്യമായല്ലെന്നും ഇതിലെന്തെങ്കിലും പഴയ കാലത്തെ അഴുക്കാണോ എന്ന് അറിയില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. ഇതോടെ പിണറായി ചൂളി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളമാണ് ജലപീരങ്കിയിൽ നിറയ്ക്കുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു. എങ്കിലും വെള്ളത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി സാമ്പിൾ ലാബിലേക്ക് അയക്കാമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ലാബ് പരിശോധന ഫലം വന്നതിനു ശേഷം വിഷയം കൂടുതൽ ചർച്ച ചെയ്യാമെന്ന് സ്പീക്കറും വ്യക്തമാക്കി. തിങ്കളാഴ്ച ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് സമീപം പ്രതിഷേധത്തിനിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ 3 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ആദ്യം കട്ടച്ചെളിയും പിന്നീട് മഞ്ഞ നിറത്തിലുള്ള കലക്കവെള്ളവുമാണ് ടാങ്കിൽ നിന്ന് ചീറ്റിയതെന്ന് പ്രതിഷേധക്കാർ പരാതിപ്പെട്ടിരുന്നു. സെപ്റ്റിക് ടാങ്കിലെ വെള്ളമാണോ പോലീസ് കൊണ്ടുവന്നതെന്ന് സംശയമുണ്ടെന്നും പ്രയോഗത്തിന് ശേഷം പ്രവർത്തകർക്ക് ശരീരമാകെ ചൊറിച്ചിൽ അനുഭവപ്പെട്ടതായും നേതാക്കൾ പറയുന്നു. ടാങ്കിൽ കാലങ്ങളായുള്ള ഇരുമ്പ് കലർന്നതാണ് വെള്ളത്തിന് നിറം മാറാൻ കാരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം. PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് തീരുമാനിച്ചത് V ശിവൻകുട്ടി മന്ത്രിയായ വിദ്യാഭ്യാസ വകുപ്പാണ്. CPI-യും CPM തള്ളിയ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയില്ല എങ്കിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് അന്നത്തെ ധനമന്ത്രിയും നിലപാടെടുത്തിരുന്നു. ഡൽഹിയിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രത്തിലും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചു. CPI-ക്കെതിരെ പരോക്ഷ വിമർശനവുമായി മന്ത്രി രംഗത്തെത്തുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ പിന്തുണ മന്ത്രിമാർക്കായിരുന്നു. അതിനിടെ CPI മന്ത്രിമാരുടെ വകുപ്പുകൾ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതികളുടെ വിശദാംശങ്ങൾ കണ്ടെത്താൻ CPM ശ്രമം നടത്തി. CPI കുരുക്കുക എന്നതായിരുന്നു CPM-ന്റെ ലക്ഷ്യം. PM ശ്രീ കരാറിൽ നിന്ന് പിന്മാറുന്നത് ദോശ ചൂടുന്നത് പോലെ തീരുമാനിക്കാൻ പറ്റില്ലെന്നാണ് മന്ത്രി V ശിവൻകുട്ടി അന്ന് പറഞ്ഞത്. കത്ത് നൽകുന്നത് ഈ ആഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. നിലവിൽ ഫയൽ വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുത്താണെന്നും V ശിവൻകുട്ടി പറഞ്ഞിരുന്നു. വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ കത്ത് നൽകിയതുമില്ല. 2025 നവംബർ 11-12 തീയതികളിൽ ദില്ലിയിൽ വെച്ച് നടന്ന തൊഴിൽ വ്യവസായ മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും ദേശീയ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി വികസിത ഭാരത് റോസാഗർ യോജന, ESIC കവറേജ് വിപുലീകരണം, ഇ-ശ്രം പോർട്ടൽ തുടങ്ങിയ പ്രധാനപ്പെട്ട പദ്ധതികൾ സഹകരിച്ച് പ്രവർത്തിക്കാൻ അന്ന് സംസ്ഥാന സന്നദ്ധ അറിയിച്ചിരുന്നു. 2025 ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വന്ന പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗാർ യോജനയിൽ കേരളം സഹകരിക്കുമെന്നും അന്ന് മന്ത്രി വ്യക്തമാക്കി. ഇത്തരം പദ്ധതികളിൽ സഹകരിക്കുമ്പോൾ PM ശ്രീക്ക് മാത്രം എന്താണ് കുഴപ്പമെന്നാണ് മന്ത്രി അന്ന് പറയാതെ പറഞ്ഞത്. സംസ്ഥാന നിരവധി കേന്ദ്രം പദ്ധതികളുമായി സഹകരിക്കുന്നുണ്ട്. എന്നിട്ടും തന്റെ മാത്രം പദ്ധതിയിൽ CPI ഉടക്കിട്ടതിൽ മന്ത്രിക്ക് അതിയായ ഉത്കണ്ഠയും ഉണ്ടായി. PM ശ്രീയിൽ CPM വീഴ്ച സമ്മതിച്ചെങ്കിലും മന്ത്രി V ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും മാത്രം വീഴ്ച സമ്മതിച്ചില്ല. ചർച്ചയില്ലാതെ ഒപ്പിട്ടതിൽ വീഴ്ച പറ്റിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിൽ ചർച്ച നടത്താത്തത് വീഴ്ചയാണ്. കേന്ദ്രത്തിന് കത്തയക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭ മറുപടി പറയട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് AIYF ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളുടെ പ്രതിഷേധം അതിരുകടന്നോ എന്ന ചോദ്യത്തിന് പൊതുസമൂഹത്തിൽ തെറ്റാണെന്ന് തോന്നിയിട്ടും എല്ലാ പ്രയോഗങ്ങളും തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഇക്കാര്യങ്ങളെല്ലാം വീണ്ടും ചർച്ച ചെയ്ത് ആവശ്യമായ തീരുമാനമെടുത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും MV ഗോവിന്ദൻ അന്ന് വ്യക്തമാക്കി. LDF യോഗത്തിന് മുൻപ് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് സംസ്ഥാന സെക്രട്ടറി തന്നെ വീഴ്ച സമ്മതിച്ചത്. PM ശ്രീ പിന്മാറ്റത്തിനുള്ള ആദ്യ നടപടിയായി കരാർ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയക്കണമെന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ഇതിന് തയ്യാറായില്ല.
പദ്ധതിയിൽ മന്ത്രിസഭാ ഉപസമിതി പുനർപരിശോധന നടത്തുമെന്നായിരുന്നു CPI ഉഭയകക്ഷി ചർച്ചയിലെ ധാരണ. പദ്ധതി മരവിപ്പിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയിരുന്നു. എന്നാൽ തയ്യാറാക്കിയ കത്ത് തന്നെ കേന്ദ്രത്തിന് അയക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമായില്ല. മുഖ്യമന്ത്രി കത്ത് പരിശോധിച്ചെങ്കിലും തീരുമാനം എടുത്തില്ല. അധ്യയന വർഷം അവസാനിക്കാൻ 5 മാസം മാത്രമാണ് ബാക്കിയുള്ളപ്പോഴായിരുന്നു വിവാദമുണ്ടായത്. കരാർ മരവിപ്പിക്കാൻ ധാരണയായതോടുകൂടി ഈ വർഷം PM ശ്രീയിലേക്കുള്ള സ്കൂൾ തിരഞ്ഞെടുക്കില്ല എന്ന് ഉറപ്പായി. പദ്ധതി മരവിപ്പിക്കണമെന്ന കത്ത് സർക്കാർ നേരിട്ടാണോ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുഖേനയാണോ അയക്കുന്നതെന്നും വ്യക്തമല്ല. ഒരു വർഷം ഓരോ പാദത്തിലും 3 മാസത്തിലൊരിക്കൽ സ്കൂളുകൾക്ക് അപേക്ഷിക്കാനുള്ള പോർട്ടൽ തുറക്കുമെന്നാണ് PM ശ്രീ മാർഗരേഖ. അതനുസരിച്ച് 4ാം പാദം തുടങ്ങുന്ന ജനുവരിയിൽ പോർട്ടൽ തുറക്കും. അതിനുള്ളിൽ ഉപസമിതി തീരുമാനമെടുത്തില്ലെങ്കിൽ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് അപേക്ഷിക്കാനാകൂവെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിച്ചതിനാൽ PM ശ്രീ അന്നത്തെ സർക്കാർ തിരക്കപ്പെട്ടൊരു നടപടിയെടുത്തില്ല.